എറണാകുളം ആലുവയിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസിന് തീപിടിച്ചു. അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസിന്റെ ബോണറ്റിലാണ് തീപിടിച്ചത്. ആർക്കും പരിക്കേറ്റിട്ടില്ല. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നിധിൻ, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് ഒരു വാർത്ത ഇപ്പോൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ഇത് കെഎസ്ആർടിസി ബസിനെ സംബന്ധിച്ച് ഇത് എപ്പോൾ സംഭവിച്ചതാണ്? ഈ ബസ്സിൽ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ അപകടം നടക്കുന്നത്. ദേശീയപാതയിൽ അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന സ്വിഫ്റ്റ് ബസ്സിനാണ് തീ പിടിച്ചത്. ആദ്യം ബോണറ്റിൽ നിന്നും പുക ഉയരുകയായിരുന്നു. പിന്നീട് ഈ തീ കത്തുകയായിരുന്നു. ഈ തീ കത്തിയ സമയത്ത് ബസ്സിൽ 38 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ആലുവയിൽ വെച്ചാണ് തീ പിടിക്കുന്നത്. പിന്നീട് പുക ഉയർന്നപ്പോൾ തന്നെ ഡ്രൈവർ ബസ് നിർത്തി യാത്രക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് വലിയ ദുരന്തം തന്നെ ഒഴിവായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽ നിലവിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഫാരിഷ, ശരി, 38 യാത്രക്കാരായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്, അതായത് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഈ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. ബോണറ്റിൽ തീ ഉയരുന്നത് കണ്ട ഉടനെ തന്നെ ഡ്രൈവർ യാത്രക്കാരോടെല്ലാം പുറത്തിറങ്ങാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായത്.